Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവവചനം ഷെയർ ചെയ്യുന്നതിൽ, ദൈവവചനം അനുസരിക്കുന്നതിൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം, വളരെ പ്രാധാന്യം കൊടുക്കണം. Do all this for the sake of the gospel, that I may share in its blessings. 1 Corinthians 9:23 പഠിക്കുമ്പോൾ സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷ നിമിത്തം ചെയ്യുന്നു. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകുവാൻ വേണ്ടി സുവിശേഷ നിമിത്തം ഞാൻ എല്ലാം ചെയ്യുന്നു. ദൈവിക ശുശ്രൂഷയിൽ സുവിശേഷ വേല എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹത്തിൽ ചെയ്യുന്നതെല്ലാം ദൈവവേലയുടെ സുവിശേഷീകരണത്തിൻ്റെ ഒരു ഭാഗമാണ്. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യാതൊരു വിഘ്നവും വരുത്താതിരിപ്പാൻ സകലവും പൊറുക്കുന്നു. സുവിശേഷത്തിനൊരു വിഘ്നം വരാൻ പാടില്ല. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ഞാൻ എല്ലാം പൊറുക്കുന്നു. ക്ഷമിക്കപ്പെടാതിരുന്നാൽ, പൊറുക്കാതെ ഇരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ സുവിശേഷീകരണത്തിന് വിഘ്നം വരുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ സുവിശേഷീകരണത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി, വിസ്തൃതിക്ക് വേണ്ടി, മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി, സൗഖ്യത്തിനു വേണ്ടി, മറ്റുള്ളവരുടെ ജീവിതത്തിലെ ബ്ലെസ്സിങ്സിന് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി നാം സുവിശേഷീകരണത്തിൽ വലിയ പങ്ക് വഹിക്കുന്നവരായിരിക്കണം. കർത്താവ് പറയുകയാണ്, സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണം. ഇവിടെ സുവിശേഷം അറിയിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത് നിമിത്തം ഉപജീവന വഴികളും ദൈവം ഒരുക്കി കൊടുക്കും. ജീവിക്കാൻ ആവശ്യമായ നന്മകൾ, അതിൻ്റെ നമ്മുടെ മുൻപിലുള്ള വാതിലുകൾ ഒരിക്കലും അടഞ്ഞു പോകത്തില്ല. സുവിശേഷീകരണത്തിന് ഇറങ്ങിയതുകൊണ്ടും സുവിശേഷീകരണത്തിന് വേണ്ടി നിന്നതുകൊണ്ടും നമ്മുടെ മുൻപിൽ ഞെരുക്കങ്ങൾ വരാം, ബുദ്ധിമുട്ടുകൾ വരാം. എന്നാൽ ഒരിക്കൽ പോലും നാം അത് നിമിത്തം തകർന്നു പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. ഇവിടെ പറയുന്നു, കർത്താവ് പറയുക, സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണം. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ചിലപ്പോൾ നിങ്ങൾ സുവിശേഷം അറിയിക്കുമ്പോൾ പീഡകൾ വരാം, മറ്റുള്ളവർ നിങ്ങളെ നിന്ദിച്ചെന്ന് വരാം, മറ്റുള്ളവർ ക്ഷീണിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞെന്ന് വരാം. പക്ഷേ നാം ഒരിക്കലും താളടിയായി പോകരുത്. സുവിശേഷം പറയുന്നില്ലെങ്കിൽ, അറിയിക്കുന്നില്ലെങ്കിൽ എനിക്കയ്യോ കഷ്ടം. സുവിശേഷം അറിയിക്കുക, അത് ലോകത്തിൻ്റെ അറ്റത്തോളം ദൈവത്തിൻ്റെ സാക്ഷികളായി തീരുവാൻ തക്കവണ്ണം ഇടയാകണം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, സുവിശേഷത്തിൽ പങ്കാളികളായി മാറണം, പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ചിലപ്പോൾ വർഷിപ്പായിരിക്കാം, ആലയത്തിലെ ശുശ്രൂഷയായിരിക്കാം, ചിലപ്പോൾ മറ്റുള്ളവരെ, ദൈവദാസന്മാരെ ശുശ്രൂഷിക്കുന്നതായിരിക്കാം. ദൈവരാജ്യത്തിന് വേണ്ടി, വേലയുടെ വിസ്തൃതിക്ക് വേണ്ടി നമ്മളാൽ ആവോളം കഴിവതും പ്രവർത്തിക്കുന്നവരും
ഈ സുവിശേഷം എത്തിക്കുമ്പോൾ ഈ സുവിശേഷം അനേകരെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. തകർന്ന കുടുംബങ്ങളെ നന്നാക്കും. എത്രയോ കുടുംബങ്ങൾ ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങിയിരുന്നവർ ഈ വചനം കേട്ട് വിടുവിക്കപ്പെട്ടു. അവൻ ജീവിതത്തിൽ മാറ്റങ്ങൾ, നഷ്ടപ്പെട്ട കാര്യങ്ങൾ തിരിച്ചു കൊണ്ടുവരുവാൻ ഈ വചന കേൾവിയാൽ ഇടയായിത്തീരും. അതുകൊണ്ട് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്ന ആ വിളി നാം മനസ്സിലാക്കണം. സുവിശേഷം പറയുന്നില്ലെങ്കിൽ എനിക്കയ്യോ കഷ്ടം. ഈ സത്യസുവിശേഷം ഒരാളിനോടെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിൽ എത്രയോ അവസരങ്ങൾ ഉണ്ടായിട്ടും ഇത് പറയാൻ മടി കാണിച്ചു, ഇതിൽ നിന്ന് മാറിയിരുന്നു, ലജ്ജിച്ചിരുന്നു. വചനം പറയുന്നു, സുവിശേഷം പറയുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ തീരുമാനമെടുക്കുക. ഈ സുവിശേഷം ഞാൻ മറ്റുള്ളവരോട് പറയും. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷ നിമിത്തം ചെയ്യുന്നു. മനുഷ്യനെ പ്രീതിപ്പെടുത്താനല്ല, മനുഷ്യന് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി സാക്ഷാൽ കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന യേശു തമ്പുരാൻ നമ്മെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് കർത്താവ് ചെയ്തതിൻ്റെ ബാക്കി ശുശ്രൂഷ നമ്മൾ ഓരോരുത്തരും പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്. ഇന്നത്തെ ഈ സമയം നിങ്ങളൊരു വലിയ തീരുമാനമെടുക്കണം. ഈ സുവിശേഷീകരണത്തിൽ എനിക്ക് പങ്കാളിയാകണം. നിങ്ങൾ സുവിശേഷീകരണത്തോട് ബന്ധപ്പെട്ട് ചെയ്യുന്ന, നല്ല മനസ്സോടെ ചെയ്യുന്ന ഏത് ശുശ്രൂഷയും സുവിശേഷീകരണത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇന്ന് ഈ സമയം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സുവിശേഷീകരണത്തോട് ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുത്ത അങ്ങയുടെ കുഞ്ഞുങ്ങളെ ബ്ലസ് ചെയ്ത്, അങ്ങയുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകലവിധ നന്മ കൊണ്ടും അനുഗ്രഹം കൊണ്ടും വിടുതൽ കൊണ്ടും കർത്താവ് ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്കയ്യോ കഷ്ടം. ഈ സത്യസുവിശേഷം ആമേൻ എത്തിക്കേണ്ടവരിൽ എത്തിക്കുവാൻ ഈ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ അതിനെ ബലപ്പെടുത്തണമേ. ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ലവ് യു. സുവിശേഷീകരണത്തിൻ്റെ പങ്കാളികളായി മാറാം. സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്കയ്യോ കഷ്ടം. ഗോഡ് ബ്ലസ് യു.